നമസ്കാരം. എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ചേർത്ത് പിടിച്ച മണ്ഡലമാണ് ചേലക്കര. ചേലക്കരയിൽ ഇടതുപക്ഷത്തിനെതിരെ മതങ്ങളെ കൂട്ടുപിടിച്ച് നടത്തിയ വൻ നുണപ്രചരണങ്ങളെയെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. 2016 കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് UR പ്രദീപ് വിജയിച്ചത്. 12,122 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UR പ്രദീപ് വിജയിച്ചു. 64,259 വോട്ടുകളാണ് LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. സംസ്ഥാനത്ത് ഭരണപക്ഷത്തിനെതിരായുള്ള ഒരു ജനവികാരം ഇല്ലെന്നാണ് ഇതോടെ തെളിഞ്ഞത്. ഇടതുപക്ഷം നടത്തിയ വികസനത്തോടൊപ്പം ജനങ്ങൾ കൈകോർത്തതോടെയാണ് ഇടതുപക്ഷത്തിന്റെ ചേലക്കരയിൽ വൻ മുന്നേറ്റം സൃഷ്ടിക്കാൻ ആയത്. പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടായി എന്ന് ചേലക്കരയിൽ വിജയം ഉറപ്പിച്ച ശേഷം UR പ്രദീപ് പ്രതികരിച്ചു. LDF ഭൂരിപക്ഷം 10,000 കടക്കുമെന്ന് കെ രാധാകൃഷ്ണനും പ്രതികരിച്ചിരുന്നു. കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് ജയിച്ച് കയറിയതോടെയാണ് ചേലക്കരയിൽ പൊതുതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതൽ ലീഡ് നിലനിർത്തിയ പ്രദീപ് ഒരു ഘട്ടത്തിലും പിന്നിലായിട്ടില്ല. 2016 UR പ്രദീപ് നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ഇത്തവണ ജയിക്കാനായിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ ഭൂരിപക്ഷം ലഭിച്ചു. എല്ലാ പിന്തിരിപ്പൻ ശക്തികളുടെയും വർഗീയവാദികളുടെയും അതിനെ പിന്തുണയ്ക്കുന്ന മാധ്യമ ശൃംഖലകളുടെയും എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ടാണ് LDF വിജയം കൊയ്തിരിക്കുന്നത്. കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് എന്നുള്ളതിന് വ്യക്തത നൽകുന്ന തെരഞ്ഞെടുപ്പ് വിജയമാണ് ചേലക്കരയിലേത്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിർണായക ചുമതല വഹിക്കാമെന്ന് തന്നെയാണ് ചേലക്കര തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. കെ രാധാകൃഷ്ണന്റെ പിൻഗാമിയായി 2016 മുതൽ 21 വരെ 5 വർഷം ചേലക്കര MLA ആയിരുന്ന അദ്ദേഹം നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. തദ്ദേശ സഹകരണ രംഗത്തെ ഭരണപരിചയം അടക്കം കരുത്തായി. 2000-2005 കാലയളവിൽ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പഞ്ചായത്തിന്റെ ഭരണസാരഥിയായിരിക്കെ ആദ്യ അവസരത്തിൽ തന്നെ നേതൃപാടവം തെളിയിച്ച് സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം ദേശമംഗലത്തിന് പ്രദീപ് നേടിക്കൊടുക്കുകയും ചെയ്തു. പഞ്ചായത്തിൽ ഇടതുമുന്നണിക്ക് തുടർഭരണവും നേടിക്കൊടുത്തു. 2005 മുതൽ 10 വരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. 2009-11 ദേശമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി പ്രവർത്തിച്ചു. 2015 വീണ്ടും ദേശമംഗലം പഞ്ചായത്ത് അംഗമായി. ഇതിനിടയിലാണ് 2016 ചേലക്കരയിൽ നിന്ന് നിയമസഭയിലെത്തിയത്. 2022 മുതൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനാണ്. പട്ടികജാതി വർഗക്കാർക്ക് ഒട്ടേറെ പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കി. നിലവിൽ CPIM വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗമാണ് UR പ്രദീപ്. പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗവും KSTU ജില്ലാ കമ്മിറ്റി അംഗവുമാണ് അദ്ദേഹം.